കെ.സി. തന്നെ മുഖ്യമന്ത്രി. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. കെ.സി. വേണുഗോപാൽ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. ഇന്ന് AICCയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാകും. പത്രക്കുറിപ്പിലൂടെയാണ് പ്രഖ്യാപനം ഉണ്ടാവുക. വിജയ് ചാർട്ട് ചെയ്ത് അയച്ച വിമാനത്തിലാണ് കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമിഴ്നാട്ടിലേക്ക് പോയത്. തമിഴ്നാട്ടിൽ TVKയുടെ ഘടകകക്ഷിയായി കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം വിജയിയുടെ മന്ത്രിസഭയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ ചർച്ചകൾക്ക് ഒടുവിൽ ഏതാണ്ട് 4 മണി മുതൽ 7 മണി വരെ നീണ്ടുനിന്ന മാരത്തൺ ചർച്ചകൾക്ക് ശേഷം രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും ചെന്നൈയിലേക്ക് പുറപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം TVKയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. വിജയ് മുഖ്യമന്ത്രിയായി ഇന്ന് 3:30-ക്ക് ശേഷം സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷമായിരിക്കും കെ.സി. വേണുഗോപാലിനെ ഔദ്യോഗികമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുക. ഇന്നലെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. എന്നാൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കുന്നതിന് എതിരായി VD സതീശൻ വൈകാരികമായ ചില പ്രകടനങ്ങളാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ പ്രഖ്യാപനം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. വൈകാരികമായി പ്രവർത്തകരെ ഇളക്കി വിട്ടുകൊണ്ട് കേരളത്തിലാകമാനം ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ VD സതീശൻ ലക്ഷ്യമിട്ടിരുന്നു. ഇത് ഹൈക്കമാൻഡ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് VD സതീശനെ സമാധാനിപ്പിക്കാനായി തന്ത്രപരമായി ഇന്നലത്തെ പ്രഖ്യാപനം മാറ്റി ഇന്നത്തേക്ക് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കന്യാകുമാരിയിലേക്ക് പോകും. അതിനുശേഷം പിന്നീട് കേരളത്തിലേക്ക് വരും. ഇന്ന് നടക്കുന്ന പ്രഖ്യാപനത്തിന് ശേഷം എപ്പോഴാണ് സത്യപ്രതിജ്ഞ എന്നതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി തന്നെ ഒരു പക്ഷേ പ്രഖ്യാപിക്കാനാണ് സാധ്യത. കെ.സി. വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സത്യപ്രതിജ്ഞ എന്നത്തേക്ക് എന്നുള്ള കാര്യം ഒരു പക്ഷേ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രഖ്യാപിക്കുക. പക്ഷേ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് AICC ആണ്. മല്ലികാർജുൻ ഖാർഗെയാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുക. രാഹുൽ ഗാന്ധി ആയിരിക്കില്ല. AICCയുടെ ഒരു വാർത്താക്കുറിപ്പിലൂടെയായിരിക്കും ഇത്തരത്തിൽ പ്രഖ്യാപിക്കുക. അതിനുശേഷം എപ്പോഴാണ് സത്യപ്രതിജ്ഞ എന്നതടക്കം ഉള്ളത് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രഖ്യാപിക്കുക. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇന്ന് തന്നെ കെ.സി. വേണുഗോപാലിനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കും. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഒരുപക്ഷെ വൈകിട്ട് ആയിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാകുക. തമിഴ്നാട്ടിലെ വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം വരിക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.